കടം കൊടുക്കുന്നവരാണ് നാം. ചിലരെങ്കിലും കടം കൊടുക്കുന്നവരാണ്. തിരികെ കിട്ടുന്നതുണ്ട്, കിട്ടാത്തവയുമുണ്ട്. സുഭാഷിതം 19:17. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു, അവിടുന്ന് കടം വീട്ടും. ദരിദ്രരെ സഹായിക്കുന്നത് കർത്താവിന് കടം കൊടുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അത് കർത്താവ് വീട്ടാക്കടമല്ല, അത് വീട്ടുക തന്നെ ചെയ്യുമെന്ന് വചനം പറയുക. അത് വീട്ടുക തന്നെ ചെയ്യും. ആരും അറിയാതെ നിൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ ഒരു കോളിംഗ് ബെല്ലിൽ നിന്ന് അടിക്കുമ്പോൾ ഒരു പാവപ്പെട്ടൻ വന്ന് കൈനീട്ടും അവന് കൊടുക്കുന്നത്, സ്നേഹമുള്ളവരെ, നിൻ്റെ ഒരു നിർണായകമായ ആവശ്യ സമയത്ത് വീട്ടാൻ ഒരു നിർവാഹവുമില്ലാത്തൊരവസ്ഥയിൽ നിന്നെ സഹായിക്കാൻ സമീപത്ത് കർത്താവ് ഈ കടം വീട്ടുന്ന അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമെന്ന് വചനം ഓർമ്മിപ്പിക്കുക. ഇത്ര സുന്ദരമായ വചനമാണ്. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെടുത്തുകയല്ല, ആർക്കോ എറിഞ്ഞു കളയുകയല്ല, തിരിച്ചു കെട്ടില്ല എന്നുറപ്പുള്ള ഒരു വിഷയമല്ലത്. മറിച്ച് പകരം തരാൻ കഴിയാത്തൊരുവനെ നീ സഹായിക്കുമ്പോൾ, തിരിച്ചു തരാൻ കെൽപ്പില്ലാത്തൊരുവനെ നീ ബലപ്പെടുത്തുമ്പം, പ്രിയ ദൈവത്തിനെ വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിൻ്റെ നിക്ഷേപങ്ങളിലേക്ക് അവ തിരികെ ചേരുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ഇരട്ടിയും ഇരട്ടിയുടെ ഇരട്ടി അനുഭവങ്ങളുമായി നിന്നെ സമൃദ്ധനാക്കാൻ കെൽപ്പുള്ള ഈ ചെറിയ ചെമ്പ് തൊട്ടിന്, ചെറിയ തൊട്ടുകാശിന് ബലമുണ്ട് എന്നത് ഓർക്കാം. ആമേൻ.